എല്ലാവർക്കും എഡ്യൂനെറ്റിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് സ്ക്വയർ ഓഫ് അപ്പോസിഷൻ ആണ്. സ്ക്വയർ ഓഫ് അപ്പോസിഷന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്? ഇഫ് ദ സ്റ്റേറ്റ്മെന്റ് ഓൾ കൗസ് ആർ ഹെർബിവോർസ് ഈസ് ഗിവൻ ആസ് ട്രൂ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എന്ത് പ്രപ്പോസിഷൻ ആണ്? ഒരു എ പ്രപ്പോസിഷൻ ആണ് അല്ലേ? എ പ്രപ്പോസിഷന്റെ ഫോർമാറ്റ് നമുക്കറിയാം. എന്താണ്? ഓൾ കൗസ് ആർ ഹെർബിവോർസ് എന്ന് പറയുന്നത് എന്താണ്? എ പ്രപ്പോസിഷൻ ആണ്. അപ്പം നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, എ പ്രപ്പോസിഷൻ ട്രൂ ആകുവാണെങ്കിൽ then which of the following statement can be immediately inferred to be true? അപ്പൊ താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ ആയിട്ട് മാറുന്നത് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ഓൾറെഡി നമ്മളൊരു നമ്മളൊരു ട്രിക്ക് പറഞ്ഞായിരുന്നു, ഒരു സ്ക്വയറിന്റെ ഒരു ട്രിക്ക് പറഞ്ഞായിരുന്നു. ആ ട്രിക്ക് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് എന്തിലോട്ട് എത്തിച്ചേരാൻ പറ്റും? ആൻസറിലോട്ട് എത്തിച്ചേരാൻ പറ്റും. സ്ക്വയർ വരയ്ക്കുന്നതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ എഫ്, ക്യാപിറ്റൽ എഫ്, ക്യാപിറ്റൽ എഫ്, ക്യാപിറ്റൽ എഫ്. ഇനി ഇവിടെ നമ്മൾ എന്താണ്? ഡി കൊടുക്കുക. ഡി ക്യാപിറ്റൽ കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സ്മോൾ ലെറ്റർ കൊടുക്കാം. ഇവിടെ എന്താണ്? സ്മോൾ ലെറ്റർ എഫും ടിയും, അതേപോലെ തന്നെ എഫ് ടിയും മുകളിലും കൊടുക്കുക. ഇവിടെ 2 ഡി കൊടുക്കുക, അതേപോലെ തന്നെ മുകളിൽ 2 ഡി കൊടുക്കുക. ഇവിടെ എഫ് ടി കൊടുക്കുക, അതേപോലെ തന്നെ മുകളിൽ 2 എഫ് ടി കൊടുക്കുക. അപ്പൊ നമുക്ക് ഈ പറയുന്ന ഈ ഒരു ബോക്സ് കിട്ടും. മുകളിൽ എന്താണ്? എ ഇ ഐ ഒ 4 പ്രപ്പോസിഷൻ ആണ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? എ പ്രപ്പോസിഷൻ ട്രൂ ആകുവാണെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഏത് പ്രപ്പോസിഷൻ ആയിരിക്കും ട്രൂ ആകുന്നത്? അപ്പൊ നമ്മൾ ആ ഒരു റോയിൽ നോക്കുക. അപ്പൊ ഐ പ്രപ്പോസിഷൻ മാത്രമായിരിക്കും എന്താകുന്നത്? ട്രൂ ആകുന്നത്. ഈ പ്രപ്പോസിഷൻ ഫോൾസ് ആണ്, ഓ പ്രപ്പോസിഷനും ഫോൾസ് ആണ്. അപ്പം നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഐ പ്രപ്പോസിഷൻ ആയിരിക്കും. അപ്പൊ നമ്മുടെ ആൻസർ ഐ പ്രപ്പോസിഷൻ കണ്ടുപിടിച്ചാൽ മതി. അപ്പം ഏതാണ് ഹൈ പ്രപ്പോസിഷൻ ആയിട്ട് വരുന്നത്? എ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ ഓപ്ഷൻ എന്താണ് വന്നിരിക്കുന്നത്? ഓ പ്രപ്പോസിഷൻ ആണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഓൾ നോൺ കൗസ് ആർ നോൺ ഹെർബിവോഴ്സ്. ഇതൊരിക്കലും ഒരു കൃത്യമായിട്ടുള്ള ഒരു ആൻസർ ആയിട്ട് വരില്ല. ഇത് കൺവേർഷനിലും ഓപ്പേർഷനിലൊക്കെ വരുന്നതാണ്. ആ ഒരു പോർഷൻ നമുക്ക് സെപ്പറേറ്റ് പഠിക്കാം. പിന്നെന്താണ്? മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ പ്രപ്പോസിഷൻ ആണ്. അപ്പൊ ഈ പ്രപ്പോസിഷൻ നോക്കിയാൽ ഈ പ്രപ്പോസിഷൻ ഫോൾസ് ആണ് അല്ലേ? അപ്പൊ നമ്മുടെ ആൻസർ അത് വരില്ല. അപ്പം ഓപ്ഷൻ ഡി നോക്കി, സം കൗസ് ആർ ഹെർബിവോഴ്സ്. സം കൗസ് ആർ ഹെർബിവോഴ്സ് എന്ന് പറയുന്നത് എന്ത് പ്രപ്പോസിഷൻ ആണ്? ഐ പ്രപ്പോസിഷൻ ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, എ പ്രപ്പോസിഷൻ ട്രൂ ആകുവാണെങ്കിൽ ഐ പ്രപ്പോസിഷൻ എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. അപ്പം ക്വസ്റ്റ്യൻ നോക്കിയേ, ഓൾ കൗസ് ആർ ഹെർബിവോഴ്സ് ട്രൂ ആണെന്നുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ ആകുന്നത്? അപ്പം നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്, സം കൗസ് ആർ ഹെർബിവോഴ്സ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ലോജിക്കലി ഇക്വലന്റ്? താഴെ 4 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. 4 സ്റ്റേറ്റ്മെന്റ്സിൽ ലോജിക്കലി ഇക്വലന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പോർഷൻ നമ്മൾ പഠിച്ചിട്ടില്ല. ഇത് വരുന്നത് ഇമ്മീഡിയറ്റ് ഇൻഫറൻസ്. ഇതൊക്കെ കണ്ടോ? ഒരു നെഗറ്റീവ് സബ്ജക്റ്റ് ഒക്കെ വരുന്നത് നമ്മൾ പഠിക്കുന്നത് ഇഡക്ഷനിലാണ്. നമുക്ക് സെപ്പറേറ്റ് പഠിക്കാനുള്ള ഒരു പോർഷനാണ്. നമ്മളത് പഠിച്ചിട്ടില്ല. ഇമ്മീഡിയറ്റ് ഇൻഫ്ലുവൻസ് എന്നൊക്കെ നമ്മൾ പറയാം. ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആ ഒരു പോർഷൻ പഠിച്ചതിന് ശേഷം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ സോ റിലേറ്റഡ് ദാറ്റ് വൺ ഈസ് ദ ഡിനയൽ ഓർ ദ നെഗേഷൻ ഓഫ് ദ അതർ? അപ്പം ഇവിടെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഡിനയൽ ആയിരിക്കും മറ്റൊരു സ്റ്റേറ്റ്മെന്റ്. ആ ഒരു റിലേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, കോൺട്രഡിക്ടറി റിലേഷൻ അല്ലേ? കോൺട്രഡിക്ടറി റിലേഷൻ എന്തൊക്കെ തമ്മിലുള്ള റിലേഷൻ ആണ്? എ പ്രപ്പോസിഷനും ഓ പ്രപ്പോസിഷനും തമ്മിലുള്ള റിലേഷൻ കോൺട്രഡിക്ടറി ആണ്. അതോടൊപ്പം തന്നെ ഈ പ്രപ്പോസിഷനും ഐ പ്രപ്പോസിഷനും തമ്മിലുള്ള റിലേഷനും കോൺട്രഡിക്ടറി ആണ്. നമ്മൾ പറഞ്ഞായിരുന്നു, എ ട്രൂ ആകുവാണെങ്കിൽ ഓ എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. അതേപോലെ തന്നെ എ ഫോൾസ് ആകുവാണെങ്കിൽ ഓ എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. അതേ റിലേഷൻ തന്നെയാണ് എന്തെന്ന് പറയുന്നത് ഇവിടെ. ഈ ട്രൂ ആകുവാണെങ്കിൽ ഐ ഫോൾസ് ആയിരിക്കും. അതേപോലെ തന്നെ ഈ ഫോൾസ് ആകുവാണെങ്കിൽ ഐ എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒന്നെന്ന് പറയുന്നത് മറ്റൊന്നിന്റെ നെഗേഷൻ ആണ് അല്ലെങ്കിൽ ഡിനയൽ ആണ്.
ഏത് റിലേഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്താണ്? കോൺട്രഡിക്ടറി റിലേഷൻ ആണ്. അപ്പോൾ ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഏതൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഒന്നുകിൽ എയും ഒയും കണ്ടുപിടിക്കണം, അല്ല എന്നുണ്ടെങ്കിൽ ഇയും ഐയും കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് ആദ്യം എയും ഒയും ഉണ്ടോ എന്ന് നോക്കാം. അപ്പം എ പ്രപ്പോസിഷൻ എവിടെയാണ്? കണ്ടോ, ഓപ്ഷൻ എ എന്ന് പറയുന്നത് എ പ്രപ്പോസിഷൻ തന്നെയാണ്. ഇനി ഒ പ്രപ്പോസിഷൻ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. കണ്ടോ, ഡി എന്ന് പറയുന്നത് എന്താണ്? ഒ പ്രപ്പോസിഷൻ ആണ്. അപ്പൊ ആൻസർ എന്തായിരിക്കും? എ ആൻഡ് ഡി ആയിരിക്കും. എ ആൻഡ് ഡി ആയിരിക്കും. ഇനി നമുക്ക് ഓൾറെഡി അറിയാം ഇയും ഐയും എന്താണ്? കോൺട്രഡിക്ടറി ആണ്. ഇയും ഐയും ഉണ്ടോ എന്ന് നോക്കാം. ഇയും ഐയും ഉണ്ട്. എവിടെയാണ്? ബി എന്താണ്? ഈ പ്രപ്പോസിഷൻ ആണ്. സി എന്താണ്? ഐ പ്രപ്പോസിഷൻ ആണ്. ഓക്കെ ആണല്ലോ. അപ്പം ബി ആൻഡ് സി എന്താകാം? ആൻസർ ആയിട്ട് വരാം. ബി ആൻഡ് സിയും ആൻസർ ആയിട്ട് വരാം. അപ്പൊ നമുക്ക് ഓപ്ഷനിൽ എ ആൻഡ് ഡി ഉണ്ടോ, ബി ആൻഡ് സി ഉണ്ടോ എന്ന് നോക്കാം. ഓപ്ഷനിൽ എന്തൊക്കെയാണ് ആൻസർ ആയിട്ട് വരാൻ സാധ്യത? എ ആൻഡ് ഡി അല്ലെങ്കിൽ ബി ആൻഡ് സി. എ ആൻഡ് ഡി ഉണ്ടോ? കണ്ടോ, എ ആൻഡ് ഡി ഉണ്ട്. അപ്പൊ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും. ബി ആൻഡ് സി ഉണ്ടോ എന്ന് നോക്കി. ബി ആൻഡ് സി ഓപ്ഷനിൽ ഇല്ല. അപ്പൊ ആൻസർ എന്തായിട്ട് വരും? എ ആൻഡ് ഡി ആയിട്ട് വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ക്ലാസിക്കൽ സ്ക്വയർ ഓഫ് അപ്പോസിഷൻ ഇഫ് സം എസ് ഈസ് പി. സം എസ് ഈസ് പി എന്ന് പറയുന്നത് എന്ത് പ്രപ്പോസിഷൻ ആണ്? സം എസ് ഈസ് പി എന്ന് പറയുന്നത് ഐ പ്രപ്പോസിഷൻ ആണ്. ഗിവൺ as ഫോൾസ്, അത് ഫോൾസ് ആകുവാണെങ്കിൽ, അല്ലെ, അത് ഫോൾസ് ആകുവാണെങ്കിൽ then which of the following could be immediately inferred from it? Then which of the following could be immediately inferred from it? ഇത് നമുക്ക് എന്താണ് ഇവിടെ പറയുന്നത്? ഐ പ്രപ്പോസിഷൻ ഫോൾസ് ആകുവാണെങ്കിൽ, ഐ പ്രപ്പോസിഷൻ ഫോൾസ് ആകുവാണെങ്കിൽ എ പ്രപ്പോസിഷൻ, ഇ പ്രപ്പോസിഷൻ, ഒ പ്രപ്പോസിഷൻ എന്താകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പൊ നമുക്കത് കണ്ടുപിടിക്കാം. നമുക്ക് ഓൾറെഡി അറിയാം. നമ്മൾ നേരത്തെ വരച്ച അതേ സ്ക്വയർ തന്നെ വരയ്ക്കാം. അതേ സ്ക്വയർ തന്നെ വരയ്ക്കാം. ക്യാപിറ്റൽ ഡി എന്താണ്? ക്രോസ് ആയിട്ട് കൊടുക്കുക. ക്യാപിറ്റൽ എഫ് ക്രോസ് ആയിട്ട് കൊടുക്കുക. ഇത് ബൈ ഹാർട്ട് ആവാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ഞാൻ ഇത് വരയ്ക്കുന്നത്. താഴെ 2 ഡി കൊടുക്കുക, അതേ ഡി തന്നെ മുകളിൽ കൊടുക്കുക, എഫ് ടി ഇവിടെ കൊടുക്കുക, അതേ എഫ് ടി ഇവിടെ കൊടുക്കുക. മുകളിൽ എ പ്രപ്പോസിഷൻ, ഇ പ്രപ്പോസിഷൻ, ഐ പ്രപ്പോസിഷൻ, ഒ പ്രപ്പോസിഷൻ എഴുതുക. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്? ഐ പ്രപ്പോസിഷൻ ഫോൾസ് ആകുവാണെങ്കിൽ, ഐ പ്രപ്പോസിഷൻ ഇവിടെ ഉണ്ട്, ഐ പ്രപ്പോസിഷൻ ഫോൾസ് ആകുവാണെങ്കിൽ, കണ്ടോ, ഐ പ്രപ്പോസിഷൻ ഫോൾസ് ആകുവാണെങ്കിൽ നമുക്കിവിടെ കിട്ടി. ഐ പ്രപ്പോസിഷൻ ഫോൾസ് ആകുവാണെങ്കിൽ ഒ പ്രപ്പോസിഷൻ എന്തായിരിക്കും? ഒ പ്രപ്പോസിഷൻ ട്രൂ ആയിരിക്കും. ഒ പ്രപ്പോസിഷൻ ട്രൂ ആയിരിക്കും. കണ്ടോ, ഒ പ്രപ്പോസിഷൻ ട്രൂ ആണ്. അതേപോലെ തന്നെ ഈ പ്രപ്പോസിഷൻ എന്താണ്? ഈ പ്രപ്പോസിഷനും ട്രൂ ആണ്. ഈ പ്രപ്പോസിഷനും ട്രൂ ആണ്. എ പ്രപ്പോസിഷൻ എന്തായിരിക്കും? എ പ്രപ്പോസിഷനും ഫോൾസ് ആയിരിക്കും. അപ്പൊ ഇതങ്ങ് ഈ ഒരു റിലേഷൻ തന്നെ നമ്മൾ നോക്കേണ്ട. എ പ്രപ്പോസിഷൻ എന്താണെന്നാണ് പറഞ്ഞത്? എ പ്രപ്പോസിഷൻ ഫോൾസ് എന്നാണ് പറഞ്ഞത്. അല്ല, ഓൾ എസ് ഈസ് പി എന്ന് പറയുന്നത് എ പ്രപ്പോസിഷൻ ആണ്. അപ്പൊ എ പ്രപ്പോസിഷൻ എന്താണ്? ഫോൾസ് ആണ്. ഈ പ്രപ്പോസിഷൻ ട്രൂ ആണല്ലോ. അപ്പൊ ഈ പ്രപ്പോസിഷൻ നോക്കുക. ഈ പ്രപ്പോസിഷൻ എന്താണ്? ഈ പ്രപ്പോസിഷൻ ട്രൂ ആണ്. കണ്ടോ, ഈ പ്രപ്പോസിഷൻ ഇവിടെ ട്രൂ ആണ്. അതോടൊപ്പം തന്നെ ഓ പ്രപ്പോസിഷൻ എന്താണ്? ഓ പ്രപ്പോസിഷനും ഇവിടെ ട്രൂ ആണ്. അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? എ, ഡി, ഇ. ഈ 3 ഓപ്ഷൻസ് ആണ്, അല്ലെ, ഈ 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ് എന്തായിട്ട് വരുന്നത്? ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഓപ്ഷനിൽ നോക്കാം, എ, ഡി, ഇ ഉണ്ടോ? അതെ, സി ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. എങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് കേട്ടോ ഇത്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാനുള്ള 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 5ാമത്തെ ക്വസ്റ്റ്യനിൽ അസേർഷൻ റീസണിങ് ആണ് നോക്കാനുള്ളത്. അപ്പൊ അസേർഷൻ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് എന്താണ്? 2 കോൺട്രറി സ്റ്റേറ്റ്മെന്റ്സ് കനോട്ട് ബോത്ത് ബി ഫോൾസ്. 2 കോൺട്രറി സ്റ്റേറ്റ്മെന്റ്സ് ഒരേ ടൈമിൽ എന്താകില്ല? ഫോൾസ് ആകില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ കോൺട്രറി റിലേഷൻ നമ്മൾ പഠിച്ചതാണ്. എ പ്രപ്പോസിഷനും ഇ പ്രപ്പോസിഷനും തമ്മിലുള്ള റിലേഷൻ ആണ് കോൺട്രറി റിലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞതാണ്. കോൺട്രറി റിലേഷൻ നമ്മൾ പഠിച്ച സമയത്ത് പറഞ്ഞതാണ്. ഇതിൽ നിന്ന് എക്സാമിന് ചോദിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് മാത്രമേ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ എന്ന് ഓൾറെഡി പറഞ്ഞതാണ്. അത് നോട്ട് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞാണ്. അതിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. കോൺട്രറി റിലേഷൻ നമുക്ക് ഓൾറെഡി അറിയാം, അല്ലെ?
അപ്പോൾ അതെന്താണ്, ആ റിലേഷൻ ആണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താണ്, ടു കോൺട്രറി സ്റ്റേറ്റ്മെന്റ് കനോട്ട് ബോത്ത് ബി ഫോൾസ്. രണ്ട് കോൺട്രറി സ്റ്റേറ്റ്മെന്റ്സ് ഒരേ ടൈമിൽ എന്താകില്ല, ഫോൾസ് ആകില്ല എന്നാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നമുക്ക് ഓൾറെഡി അറിയാം കോൺട്രറി സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് എ പ്രപ്പോസിഷൻ ഈ പ്രപ്പോസിഷൻ ഒരേ ടൈമിൽ എന്താകും, രണ്ടും ഒരേ ടൈമിൽ ഫോൾസ് ആകാം. രണ്ടും ഒരേ ടൈമിൽ ഫോൾസ് ആകാം, പക്ഷെ ഒരേ ടൈമിൽ എന്താകില്ല, ട്രൂ ആകില്ല. രണ്ടും ഒരേ ടൈമിൽ ട്രൂ ആകില്ല. അപ്പൊ എന്താണ്, ടു കോൺട്രറി സ്റ്റേറ്റ്മെന്റ് കനോട്ട് ബോത്ത് ബി ട്രൂ. ഇത് ശരിയാണ്, രണ്ടും ഒരേ ടൈമിൽ ട്രൂ ആകില്ല, പക്ഷെ രണ്ടും ഒരേ ടൈമിൽ എന്താകാം, ഫോൾസ് ആകാം. ഇവിടെ വരേണ്ടത് എന്താണ്, ക്യാൻ ബി ഫോൾസ് ടുഗദർ, ക്യാൻ ബി ഫോൾസ് ടുഗദർ എന്നുള്ളതായിരുന്നു വരേണ്ടിയിരുന്നത്. പക്ഷെ ഇവിടെ സ്റ്റേറ്റ്മെന്റിൽ വന്നിരിക്കുന്നത് എന്താണ്, കനോട്ട് ബോത്ത് ബി ഫോൾസ് എന്നുള്ളതാണ്. അപ്പൊ എന്താണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്, എ ഈസ് ഫോൾസ് ബട്ട് ആർ ഈസ് ട്രൂ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാനുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. അപ്പം ഇവിടെ പറയുന്നുണ്ട് എ പ്രപ്പോസിഷൻ ഈ പ്രപ്പോസിഷനും കോൺട്രഡിക്ടറീസ് ആണ്, എ പ്രപ്പോസിഷൻ ഓ പ്രപ്പോസിഷനും കോൺട്രഡിക്ടറീസ് ആണ്, ഈ പ്രപ്പോസിഷൻ ഓ പ്രപ്പോസിഷനും കോൺട്രഡിക്ടറീസ് ആണ്, ഐ പ്രപ്പോസിഷൻ ഓ പ്രപ്പോസിഷനും കോൺട്രറീസ് ആണ്, ഐ പ്രപ്പോസിഷനും ഓ പ്രപ്പോസിഷനും സബ് കോൺട്രറീസ് ആണ്. ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആ ഒരു സ്ക്വയർ വരയ്ക്കാം, എന്നിട്ട് റിലേഷൻ നോക്കാം. റിലേഷൻ നോക്കണ്ട, ജസ്റ്റ് സ്ക്വയർ മാത്രം വരച്ച് നമുക്ക് ആൻസറിലോട്ട് കിട്ടും. എ പ്രപ്പോസിഷൻ ഈ പ്രപ്പോസിഷൻ ഐ പ്രപ്പോസിഷൻ ഓ പ്രപ്പോസിഷൻ. ഇത് കോൺട്രറി, ഇത് സബ് കോൺട്രറി, ഇത് സബോൾട്ടൺ, ഇതും സബോൾട്ടൺ, ഇത് കോൺട്രഡിക്ടറി, ഇതും കോൺട്രഡിക്ടറി. ഓക്കെ ആണല്ലോ. അതായത് എയും ഓയും കോൺട്രഡിക്ടറി, ഇയും ഐയും കോൺട്രഡിക്ടറി. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്, എ പ്രപ്പോസിഷൻ ആൻഡ് ഈ പ്രപ്പോസിഷൻസ് ആർ കോൺട്രഡിക്ടറീസ്. എ പ്രപ്പോസിഷനും ഈ പ്രപ്പോസിഷനും കോൺട്രഡിക്ടറീസ് അല്ല, കോൺട്രറീസ് ആണ്. അപ്പൊ ഇത് തെറ്റാണ്. അടുത്ത എന്താണ് പറയുന്നത്, എ പ്രപ്പോസിഷൻ ആൻഡ് ഓ പ്രപ്പോസിഷൻ ആർ കോൺട്രഡിക്ടറീസ്. എ പ്രപ്പോസിഷനും ഓ പ്രപ്പോസിഷനും കോൺട്രഡിക്ടറീസ്, അതാ നോക്കിയേ, എ പ്രപ്പോസിഷനും ഓ പ്രപ്പോസിഷനും കോൺട്രഡിക്ടറീസ് ആണ്. അപ്പം ബി കറക്റ്റ് ആണ്. ഇനി അടുത്ത് നോക്കി, ഈ പ്രപ്പോസിഷൻ ആൻഡ് ഓ പ്രപ്പോസിഷൻ ആർ കോൺട്രഡിക്ടറീസ്. ഇയും ഓയും കോൺട്രഡിക്ടറീസ് അല്ല, പിന്നെന്താണ്, സബോൾട്ടേൺ ആണ് അല്ലെ, സബോൾട്ടേൺ ആണ്. ഇയും ഓയും എന്താണ്, സബോൾട്ടേൺ ആണ്. അപ്പൊ എന്താണ്, ഇന്നും തെറ്റ്. ഡി നോക്കി, ഐ പ്രപ്പോസിഷൻ ആൻഡ് ഓ പ്രപ്പോസിഷൻ ആർ കോൺട്രറീസ്. ഐ പ്രപ്പോസിഷൻ ഓ പ്രപ്പോസിഷനീസും കോൺട്രറീസ് അല്ല, പിന്നെന്താണ്, സബ് കോൺട്രറീസ് ആണ് അല്ലെ. പിന്നെന്താ പറയുന്നത്, ഈ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്, അല്ലെങ്കിൽ ഈ ഓപ്ഷനിൽ പറയുന്നത്, ഈ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് എന്താണ്, ഐ പ്രപ്പോസിഷൻ ആൻഡ് ഓ പ്രപ്പോസിഷൻ ആർ സബ് കോൺട്രറീസ്. ഐയും ഓയും എന്താണ്, സബ് കോൺട്രറീസ് ആണ്. നമ്മളിവിടെ ഐയും ഓയും എന്താണ്, സബ് കോൺട്രറീസ് ആണ്. ഇപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്, ബി ആൻസർ ആണ്. അതേപോലെ തന്നെ ഇയും ആൻസർ ആണ്. കണ്ടോ, ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പോർഷനിൽ നിന്ന് ചോദിക്കുന്നത്. കോൺസെപ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ എഴുതാൻ പറ്റും. എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ. നോക്കിയേ, സം ടീച്ചേഴ്സ് ആർ നോട്ട് സിൻസിയർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് കാറ്റഗറി ഓഫ് പ്രപ്പോസിഷൻ. അപ്പൊ സം ഡോക്ടേഴ്സ് ആർ നോട്ട് സിൻസിയർ എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ഓഫ് പ്രപ്പോസിഷൻ ആണ്? ഓൾറെഡി നമുക്കറിയാം ഓ പ്രപ്പോസിഷൻ ആണ്, പർട്ടിക്കുലർ നെഗറ്റീവ് ആണ്, ഒന്നുകിൽ പർട്ടിക്കുലർ നെഗറ്റീവ് എന്ന് വരും, അല്ലെങ്കിൽ ഓ പ്രപ്പോസിഷൻ എന്ന് ചോദിക്കും. പർട്ടിക്കുലർ നെഗറ്റീവ് കണ്ടോ, ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നോക്കിയേ, ഇൻ യൂണിവേഴ്സൽ നെഗറ്റീവ് പ്രപ്പോസിഷൻ. യൂണിവേഴ്സൽ നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ പ്രപ്പോസിഷൻ ആണ്. ഹൗ ആർ ദ ടേംസ് ഡിസ്ട്രിബ്യൂട്ടഡ്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടേംസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓൾറെഡി നമ്മൾ പഠിച്ചായിരുന്നു അസെബിനോവ് അല്ലേ, അസെബിനോവ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പഠിച്ചതാണ് അസെബിനോവ്. അസെബിനോവ് പറയുമ്പോൾ എന്താണ്, എ പ്രപ്പോസിഷനിൽ സബ്ജക്റ്റ് മാത്രം ഡിസ്ട്രിബ്യൂട്ടഡ്, ഈ പ്രപ്പോസിഷനിൽ ബോത്ത് ഓഫ് ദ ടേംസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ്. അതേപോലെ തന്നെ ഐ പ്രപ്പോസിഷനിൽ എന്താണ്, നൺ ഓഫ് ദ ടേംസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ്. അതായത് രണ്ട് ടേംസും എന്തല്ല, ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല. ഓ പ്രപ്പോസിഷനിൽ പ്രെഡിക്കേറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പൊ ഇവിടെ പറയുന്നത് യൂണിവേഴ്സൽ നെഗറ്റീവ് പ്രപ്പോസിഷൻ. യൂണിവേഴ്സൽ നെഗറ്റീവ് എന്ന് പറയുന്നത്
ഏതാണ് ഈ പ്രപ്പോസിഷൻ ആണ്. ഈ പ്രപ്പോസിഷനിൽ ഏതൊക്കെ ടേംസ് ആണ് ഡിസ്ട്രിബ്യൂട്ടഡ്? രണ്ട് ടേംസും ഡിസ്ട്രിബ്യൂട്ടഡ് അല്ലേ? ബോത്ത് ടേംസ് എന്താണ്? ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അപ്പൊ എന്താണ് എന്താണ്? ബോത്ത് ദ ടേംസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ്. കണ്ടോ, ഇതാണ് ആൻസർ. സി ആണ്, ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഇനി അടുത്തത് നോക്കിയേ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? ഐ പ്രപ്പോസിഷൻ. ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഓ പ്രപ്പോസിഷൻ. എന്ത് റിലേഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഐയും ഓയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? സബ് കോൺട്രറി ആണ്. സബ് കോൺട്രറി കണ്ടോ, ബി ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഗിവൻ ബിലോ ആർ ഫോർ പ്രപ്പോസിഷൻ. Two of them are related in such a way that they cannot be true although they can be false. രണ്ടും ഒരേ ടൈമിൽ എന്താകില്ല? രണ്ടും ഒരേ ടൈമിൽ ട്രൂ ആകില്ല, പക്ഷെ രണ്ടും ഒരേ ടൈമിൽ എന്താകാം? ഫോൾസ് ആകാം. എവിടെ പഠിച്ച റിലേഷൻ ആണ്? കോൺട്രറിയിൽ പഠിച്ചതാണ്. രണ്ടും ഒരേ. കോൺട്രറി എന്ന് പറയുന്നത് ഓൾറെഡി പറഞ്ഞാണ്, എ പ്രപ്പോസിഷനും ഈ പ്രപ്പോസിഷനും രണ്ടും ഒരേ ടൈമിൽ എന്താകാം? ഫോൾസ് ആകാം, പക്ഷെ രണ്ടും ഒരേ ടൈമിൽ എന്താകില്ല? ട്രൂ ആകില്ല. ഓൾറെഡി നമ്മൾ പഠിച്ചാണ്. അപ്പം ഓപ്ഷൻസ് നമുക്ക് നോക്കാം. കണ്ടോ, കോൺട്രറി എന്ന് പറയുമ്പം എന്താണ്? എ പ്രപ്പോസിഷൻ അല്ലേ? അപ്പം ഓപ്ഷൻ എ നോക്കിയേ, എ പ്രപ്പോസിഷൻ. സ്റ്റേറ്റ്മെന്റ് എ നോക്കിയേ, അത് എ പ്രപ്പോസിഷൻ ആണ്. ഇനി ഈ പ്രപ്പോസിഷൻ കണ്ടുപിടിച്ചാൽ അത് ബി എന്താണ്? ഇ ആണ്. അപ്പം എയും ഇയും ആണ് എന്തെന്ന് പറയുന്നത്? കോൺട്രറി എന്ന് പറയുന്നത്. ഒരേ ടൈമിൽ എന്താകും? ഫോൾസ് ആകും, പക്ഷെ ഒരേ ടൈമിൽ എന്താകില്ല? ട്രൂ ആകില്ല. അപ്പം എയും ബിയും ചേരുന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം ഓപ്ഷൻസിലോട്ട് നമുക്ക് പോവുകയാണെങ്കിൽ എ ആൻഡ് ബി ഓൺലി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത് നോക്ക്, ഇൻ എ പ്രപ്പോസിഷൻ വിച്ച് ഈസ് പർട്ടിക്കുലർ അഫർമേറ്റീവ്. അപ്പം താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ പ്രപ്പോസിഷൻസിൽ ഏതാണ് പർട്ടിക്കുലർ അഫർമേറ്റീവ് എന്ന് പറയുന്നത്? പർട്ടിക്കുലർ അഫർമേറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതെന്താണ്? ഐ പ്രപ്പോസിഷൻ ആണ്. ഐ പ്രപ്പോസിഷന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓൾറെഡി നമുക്കറിയാം അസബിനോബ് നോക്കുക, എ പ്രപ്പോസിഷനിൽ സബ്ജക്റ്റ് ഡിസ്ട്രിബ്യൂട്ടഡ്, ഈ പ്രപ്പോസിഷനിൽ ബോത്ത് ഓഫ് ദ ടേംസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ്, ഐ പ്രപ്പോസിഷനിൽ നൺ ഓഫ് ദ ടേംസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് അല്ലെ. അതായത് രണ്ടും എന്തായിരിക്കും? അൺഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം. സബ്ജക്റ്റ് ഈസ് അൺഡിസ്ട്രിബ്യൂട്ടഡ് ബട്ട് പ്രെഡിക്കേറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ്. തെറ്റാണ്. സബ്ജക്ട് ടേം ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് ബട്ട് പ്രെഡിക്കേറ്റ് ഈസ് നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ്. തെറ്റാണ്. Both the subject and the predicate are distributed. തെറ്റാണ്. Neither the subject nor the predicate is distributed. കണ്ടോ, ഐ എൻ. അപ്പം ഡി ആണ് എന്തെന്ന് പറയുന്നത് ആൻസർ ആയിട്ട് വരുന്നത്. സബ്ജക്റ്റും പ്രെഡിക്കേറ്റും എന്തല്ല? ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല. അടുത്ത രണ്ട് പ്രപ്പോസിഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗിവൻ ബിലോ ആർ ടു പ്രപ്പോസിഷൻ. എന്തൊക്കെയാണ്? ഓൾ ഫിലോസഫേഴ്സ് ആർ ഫാലിബിൾ. അത് എ പ്രപ്പോസിഷൻ ആണ്. ഹെഗൽ ഈസ് നോട്ട് ഫാലിബിൾ എന്താണ്? ഓ പ്രപ്പോസിഷൻ ആണ്. റിലേഷൻ നമുക്ക് ഓൾറെഡി മനസ്സിലായി, എന്താണ്? കോൺട്രഡിക്ടറി ആണ്. കോൺട്രഡിക്ടറി ആണ്. എന്താ റിലേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്? കോൺട്രഡിക്ടറി ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇനി അടുത്ത് എന്താണ് പറയുന്നത്? ഓൾ ദ സ്റ്റുഡൻസ് ക്ലിയർ ദ എക്സാമിനേഷൻ ആൻഡ് ഫ്യൂ സ്റ്റുഡൻസ് ഡിഡ് നോട്ട് ക്ലിയർ ദ എക്സാമിനേഷൻ. എന്ത് റിലേഷൻ ആണ്? ഓൾ സ്റ്റുഡൻസ് ക്ലിയർ ദ എക്സാമിനേഷൻ എന്ന് പറയുന്നത് എ പ്രപ്പോസിഷൻ ആണ്. ഫ്യൂ സ്റ്റുഡൻസ് ഡിഡ് നോട്ട് ക്ലിയർ ദർ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഓ പ്രപ്പോസിഷൻ ആണ്. റിലേഷൻ എന്താണ്? എയും ഓയും തമ്മിലുള്ള റിലേഷൻ കോൺട്രഡിക്ടറി ആണ്. കോൺട്രഡിക്ടറീസ് ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ സ്റ്റേറ്റ്മെന്റ് നോ ഡോഗ്സ് ആർ റെപ്റ്റൈൽസ് വിച്ച് ടേംസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ്. കണ്ടോ, ഈ പ്രപ്പോസിഷനിൽ ഏതൊക്കെ ടേംസ് ആണ് ഡിസ്ട്രിബ്യൂട്ടഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അസബിനോബ് നോക്കുക, എ എസ് ഇ ബി ഐ എൻ ഒ പി. അസബിനോബ് എയില് സബ്ജക്ട് ഡിസ്ട്രിബ്യൂട്ടഡ്, ഇയിൽ ബോത്ത് ഓഫ് ദ ടേംസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ്. കണ്ടോ, ഇയിൽ കണ്ടോ രണ്ടും ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അപ്പൊ എന്താണ്? ഓൺലി സബ്ജക്ട് ടേം ഡിസ്ട്രിബ്യൂട്ടഡ്, ഓൺലി പ്രെഡിക്കേറ്റ് ടേം ഡിസ്ട്രിബ്യൂട്ടഡ്, നൺ ഓഫ് ദ എബോവ്, ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ്. അപ്പൊ ആൻസർ എന്താണ്? ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ്. അതായത് ഈ പ്രപ്പോസിഷനിൽ സബ്ജക്ട് ടേമും ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, പ്രെഡിക്കേറ്റ് ടേമും ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് എന്തിലോട്ട് വരാൻ പറ്റും? ആൻസറിലോട്ട് വരാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് എല്ലാ പോർഷൻസും. ലോജിക്കൽ റീസണിങ് മാത്രമല്ല, ഡേറ്റ ഇന്റർപ്രിട്ടേഷനും ഇതേപോലെ തന്നെയാണ്, മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഇതേപോലെ തന്നെയാണ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഇതേപോലെ തന്നെയാണ്. നമ്മൾ ഇച്ചിരി കുഴപ്പിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് എഡ്യൂക്കേഷനും അതേപോലെ തന്നെ
എൻവയോൺമെന്റൽ സയൻസും ആണ്. കുറച്ച് കൂടുതൽ നമുക്ക് അതിനകത്ത് പഠിക്കാനുണ്ട്. അതിൽ നിന്നാണ് കൂടുതൽ കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നത്. ബാക്കി എല്ലാം നമുക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് ആൻസറിലോട്ട് പോകാൻ പറ്റും. നിങ്ങൾ നല്ല രീതിയിൽ സിലബസ് കവർ ചെയ്യുകയാണ്, എൻ്റെ ക്ലാസ് കൃത്യമായിട്ട് നിങ്ങൾ കാണുകയാണ്, ഞാൻ ഇട്ടിരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് നിങ്ങൾ ക്ലിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് 50-ൽ 40 മാർക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ എന്താണ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കോമ്പിനേഷൻ പ്രൊപ്പോസിഷൻ ഈസ് കൺസിഡേർഡ് ടു ബി കോൺട്രറീസ് ഇൻ ദ ക്ലാസിക്കൽ സ്ക്വയർ ഓഫ് പ്രൊപ്പോസിഷൻ. അപ്പൊ കോൺട്രറീസ് എന്താണെന്നാണ്, ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കോൺട്രറീസ്? നമുക്ക് അറിയാം, കോൺട്രറി എന്ന് പറയുമ്പോൾ എ പ്രൊപ്പോസിഷൻ ഈ പ്രൊപ്പോസിഷനാണ്. അതായത് യൂണിവേഴ്സൽ അഫർമേറ്റീവും യൂണിവേഴ്സൽ നെഗറ്റീവ്. കണ്ടോ, യൂണിവേഴ്സൽ അഫർമേറ്റീവ് യൂണിവേഴ്സൽ നെഗറ്റീവ് ആണ് കോൺട്രറി എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ അഫർമേറ്റീവ് പർട്ടിക്കുലർ അഫർമേറ്റീവ് എന്താണ്? സബോൾട്ടേൺ ആണ്. പർട്ടിക്കുലർ അഫർമേറ്റീവ് പർട്ടിക്കുലർ നെഗറ്റീവ് എന്താണ്? സബ് കോൺട്രറി ആണ്. പർട്ടിക്കുലർ അഫർമേറ്റീവ് യൂണിവേഴ്സൽ നെഗറ്റീവ് എന്താണ്? പർട്ടിക്കുലർ അഫർമേറ്റീവും യൂണിവേഴ്സൽ നെഗറ്റീവ് എന്താണ്? കോൺട്രഡിക്ടറി ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ്. പിന്നെന്താണ്, അടുത്ത സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓൾ ടൈഗേഴ്സ് ആർ ആനിമൽസ്. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് പ്രപ്പോസിഷൻ? ഓൾ ടൈഗേഴ്സ് ആർ ആനിമൽസ് എന്ന് പറയുമ്പോൾ അത് എന്ത് പ്രപ്പോസിഷൻ ആണ്? യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആണ്, എ പ്രപ്പോസിഷൻ ആണ്. ഇത്രയും ആണ് ബേസിക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആണ്, ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിൽ നിന്ന് സ്ക്വയർ ഓഫ് പ്രപ്പോസിഷനിൽ നിന്ന്, ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന്, കാറ്റഗോറിക്കൽ പ്രപ്പോസിഷനിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.